കുമാർ സാർ, നമസ്കാരം. നമസ്കാരം സുനിൽ. നമസ്കാരം. നമ്മുടെ ഒരു അഭിവന്ദ്യനായ ബിഷപ്പ് 8 ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. പിണറായി വിജയനാണ് കേരളത്തിലെ ക്രൈസ്തവരുടെ വത്തിക്കാൻ എന്ന് പറയാവുന്ന പാലാ ബിഷപ്പിനെതിരെ 8 ക്രിമിനൽ കേസെടുത്തത്. ഇതുവരെ ആ കേസ് പിൻവലിച്ചിട്ടില്ല. കേരളത്തിലെ ഒരു കത്തനാരും ഒരു അൽമായനും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അതേക്കുറിച്ച് മിണ്ടുന്നില്ല. സാർ ഓർക്കുന്നുണ്ടോ ഈ സംഭവം? തീർച്ചയായിട്ടും ഞാൻ അതിനെ കുറിച്ച് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് പയനിയറിലായിരുന്ന സമയത്ത്. അതായത് ഈ നമ്മുടെ കുറവലങ്ങാട് ഒരു പള്ളിയില് ഒരു റിലീജിയസ് കോൺഗ്രിഗേഷൻ നടക്കുകയാണ്. എനിക്ക് അതിന്റെ മലയാളത്തിൽ ഒരു പ്രാർത്ഥനാ യോഗം എന്ന് വേണമെങ്കിൽ പറയാം. പ്രാർത്ഥന യോഗം. സുവിശേഷം എന്ന് പറഞ്ഞാൽ മറ്റേ മതം മാറ്റണ പരിപാടിയാണ്. ഈ സുവിശേഷ യോഗമല്ല, മുഖ്യ പ്രഭാഷണം നടത്തിയത് ഈ കല്ലറങ്ങാട്ട് ബിഷപ്പായിരുന്നു. പാലാ ബിഷപ്പ്. അതെ, പാലാ ബിഷപ്പ്. അദ്ദേഹം ജെന്റിൽമാൻ ബിഷപ്പാണ്. അതെ അതെ, വളരെ സോഫ്റ്റ് സ്പോക്കൺ ആയിട്ടാണ്. ഈ ചില ബിഷപ്പുമാരൊക്കെ ഉണ്ടല്ലോ, വളരെ എന്താ പറയണം, നന്നായിട്ട് ആൾക്കാരെ സ്നേഹത്തോടുകൂടി സംസാരിച്ച് അദ്ദേഹത്തിന് നിന്ന് നിപ്പിൽ തന്നെ നമ്മളെ ക്രിസ്ത്യാനികളാക്കുന്ന ബിഷപ്പുമാരുണ്ടല്ലോ. അതുപോലെയുള്ള ഒരു ബിഷപ്പ് ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. അദ്ദേഹത്തിന്റെ പ്രസംഗം ഞാൻ ഫുൾ കേൾക്കുന്നു അത് കഴിഞ്ഞിട്ട്. അപ്പൊ അതിൽ അദ്ദേഹം പറഞ്ഞത് ഈ കേരളത്തിലെ നാർക്കോ ജിഹാദും അതുപോലെ തന്നെ ഈ ലവ് ജിഹാദും വളരെ ഭയാനകമായ രീതിയിൽ വർദ്ധിച്ചു വരികയാണ്. അതുകൊണ്ട് സഭയുടെ മക്കളൊക്കെ വളരെ കെയർഫുൾ ആയിരിക്കണം. ഈ നാർക്കോ ജിഹാദിനും ലവ് ജിഹാദിനും നിങ്ങൾ അടിമപ്പെട്ടു പോകരുത്. അത് അവര് പറയാനുള്ള കാരണവും അദ്ദേഹം പറഞ്ഞു. ഈ ക്രൈസ്തവ സഭകൾക്ക് ആശുപത്രികളുണ്ടല്ലോ, പല ആശുപത്രികളുണ്ട്. ഈ ആശുപത്രികളോടനുബന്ധിച്ച് റിഹാബിലിറ്റേഷൻ സെന്റേഴ്സും ഉണ്ട്. മയക്കുമരുന്നിന് അടിമകളായവരെയൊക്കെ പുനരധിവസിപ്പിക്കാനും അവരെ ആ മയക്കുമരുന്നിന്റെ നീരാളിപ്പിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനുമായിട്ട് ഉള്ള സംവിധാനങ്ങൾ, ട്രീറ്റ്മെന്റ്, മാനസിക ചികിത്സ നൽകുന്നുണ്ട്. അപ്പൊ അങ്ങനെ ആ കണക്ക് വെച്ചിട്ട് അദ്ദേഹം പറയുണ്ടായി എത്രമാത്രം നാർക്കോ ജിഹാദ് ഇരകളാണ് ഈ ആശുപത്രികളിൽ. പെൺകുട്ടികള്, ആൺകുട്ടികള്, പെൺകുട്ടികളാണ് കൂടുതൽ, യുവതികളാണ് കൂടുതൽ. അവര് ചികിത്സ തേടിയെത്തുന്നു. ഇത് നിയമപ്രകാരം തടയേണ്ടതാണ്. ശരിക്കും സംസ്ഥാന ഗവൺമെന്റ് ക്രമസമാധാന വകുപ്പൊക്കെ തടയേണ്ടതാണ് എന്ന് പറഞ്ഞ് പ്രസംഗിച്ചു. മൈ ഗോഡ് സുനിൽ, പിന്നെ എന്തായത് ഇവിടെ ഒരു വലിയ കോലാഹലമായിരുന്നു. ബിഷപ്പിലേക്ക് പാലായുടെ ചരിത്രത്തിൽ ആദ്യമായി പാലാ ബിഷപ്പിന്റെ അരമനയിലേക്ക് SDPI പോപ്പുലർ ഫ്രണ്ടുകാർ മാർച്ച് നടത്തി. അതല്ലേ സാർ ഉദ്ദേശിക്കുന്നത്? അത് മാത്രമല്ല, അതില് ഈ അവർക്കെതിരെ കേസ് എടുത്ത കേസ് റദ്ദാക്കി ക്യാൻസൽ ചെയ്തു. പക്ഷേ ഈ പാലാ ബിഷപ്പിനെതിരെ ക്രിമിനൽ കേസുകൾ, മതസ്പർദ്ധ ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ചു എന്നുള്ള കുറ്റത്തിന് ഏതാണ്ട് 8ഓളം ക്രിമിനൽ കേസുകളാണ് കേരള ഗവൺമെന്റ് ഫയൽ ചെയ്തത്. അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തേക്കും എന്നുള്ള ഒരു ശ്രുതി വരെ ആ സമയത്ത് ഉണ്ടായിരുന്നു. പക്ഷേ അറസ്റ്റ് ചെയ്തില്ല. അത് അദ്ദേഹത്തിന് നല്ല കാലം എന്ന് കരുതിയാൽ മതി. അല്ലെങ്കിൽ മിക്കവാറും ബിഷപ്പ് തിരുമേനി ജയിലിലിരുന്ന് ഗോതമ്പുണ്ട് തിന്നേണ്ടി വന്നേനെ. എന്തോ അറസ്റ്റ്. ഈ ബിഷപ്പ് പറഞ്ഞതിനെ കോൺഗ്രസ്സുകാരില്, പ്രത്യേകിച്ച് നമ്മുടെ VD സതീശൻ ഉൾപ്പെടെയുള്ളവര് തേരാപാര ചീത്ത പറഞ്ഞുകൊണ്ട് നടന്നു. ബിഷപ്പ് സംഖ്യയാണ്, RSSന്റെ ഇന്ന് അച്ചാരം മേടിച്ചിട്ടാണ് ഇങ്ങനെയുള്ള പ്രസ്താവന നടത്തിയെന്നും പറഞ്ഞുകൊണ്ട്. അപ്പോഴാണ് മറ്റേ സ്റ്റേറ്റ്മെന്റ് അവര് കൂടുതൽ വിവരം പുറത്തുവിട്ടത്. സഭയുടെ കീഴിലുള്ള മയക്കുമരുന്ന് അഡിക്ഷൻ കേന്ദ്രങ്ങൾ അങ്ങാണ്ട് എത്രയോ കേരളത്തിലെ എല്ലാ ജില്ലകളിലും അവരുടെ അഡിക്ഷൻ സെന്റേഴ്സ് ഉണ്ട്. അപ്പൊ ആ കണക്ക് പറഞ്ഞു. ഇപ്പൊ വർഷം കണ്ട് 4 വർഷമോ 5 വർഷമായിട്ട് കഴിഞ്ഞിട്ടുണ്ടാവും നടന്നിട്ട്. ഇന്നേ വരെ ആ കേസുകൾ റദ്ദാക്കിയിട്ടില്ല. ബിഷപ്പിനെ എപ്പോ വേണമെങ്കിലും പോലീസിനെ അറസ്റ്റ് ചെയ്യാം. അത് ഭീഷണിപ്പെടുത്താൻ, ഒരു ബിഷപ്പിനെ സമ്മർദ്ദത്തിലാക്കി ഒരു ആവശ്യം വന്നാൽ ഭീഷണിപ്പെടുത്താൻ വേണ്ടി ഇട്ടിരിക്കുകയാണ്. ബ്ലാക്ക് മെയിൽ ചെയ്യാൻ വേണ്ടിട്ട് പറഞ്ഞെടുത്ത് ഡോട്ടഡ് ലൈനിൽ ഒപ്പിട്ടോളൂ, അല്ലെങ്കിൽ ഞങ്ങൾ ഇപ്പൊ അറസ്റ്റ് ചെയ്യുന്നു പറയാം. അല്ല, പിണറായി വിജയന് അതിനകത്ത് പൂർണ്ണമായ ഉറപ്പുണ്ട്. സതീശനും കൂടെ നിൽക്കുന്നു. കാരണം രണ്ടു കൂട്ടരും ഈ സുഡാപ്പികളുടെ സപ്പോർട്ടോടുകൂടി പ്രവർത്തിക്കുന്നവരാണല്ലോ. അതെ, അതില് ഈ നമ്മുടെ ഈ സുഡാപ്പികള് പല അരമനയിലേക്ക് നടത്തിയ അക്രമാസക്തമായ മാർച്ചില്
അവരെ കുറിച്ചിട്ട് പോലീസ് കേസ് ഫയൽ ചെയ്തെങ്കിലും ആ കേസെല്ലാം വളരെ ദുരൂഹമായ രീതിയിൽ പിൻവലിക്കുകയാണ് ചെയ്തത്. അതായത് ബിഷപ്പിനെതിരെയുള്ള കേസുകൾ തുടരുന്നു, ബിഷപ്പിന്റെ അരമന ആക്രമിക്കാൻ വന്നവർക്കെതിരെയുള്ള കേസുകൾ പിൻവലിച്ചു. അതൊക്കെ പിൻവലിച്ചു. ഞാൻ ഓർക്കുന്നുണ്ട് കുമാർ സാർ, ആ സമയത്ത് ബിഷപ്പിന് അനുകൂലമായി രംഗത്തിറങ്ങിയത് BJP RSS ആണ്. അത്രേ ഉള്ളൂ. അപ്പൊ അത് കഴിഞ്ഞപ്പോ എന്ത് പറഞ്ഞു, ബിഷപ്പ് സംഖ്യയായി എന്ന് പറഞ്ഞു, ക്രിസംഖ്യ ബിഷപ്പാന്ന് പറഞ്ഞുണ്ടാക്കിയ ആൾക്കാര്. അതെ, എനിക്ക് ഞാൻ ആലോചിക്കുകയാണ്, ഇപ്പൊ പാലാ ബിഷപ്പ് പറഞ്ഞാൽ എന്താണ് തെറ്റ്? അദ്ദേഹം ഒരു പൊതു മീറ്റിംഗിലല്ല പറഞ്ഞു, അവരുടെ സഭയുടെ സന്യസ്തരുടെയും അൽമായന്മാരുടെ ഒരു മീറ്റിംഗിൽ അവരുടെ പ്രബോധനമാണ് അവർ പറയുന്നത്. നമ്മുടെ സമുദായത്തിൽപ്പെട്ട ചെറുപ്പക്കാരെ എങ്ങനെ ശ്രദ്ധിക്കണം, അവർക്ക് എന്തെല്ലാം ചെയ്യണം, എങ്ങനെ ജീവിക്കണം എന്നൊക്കെ പറയുന്ന കൂട്ടത്തിൽ ഇപ്പോൾ നമ്മുടെ കൂട്ടത്തിലുള്ള ഒരുപാട് ചെറുപ്പക്കാർ മയക്കുമരുന്നിനും മദ്യത്തിനും അടിമകളാവുന്നുണ്ട്. ഇതൊരു തരം ജിഹാദാണ് എന്ന് പറഞ്ഞു. ജിഹാദ് എന്നുള്ള വാക്കാണ് പ്രശ്നം, അല്ലേ? അതെ, അത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ പിന്നെ മറ്റേ ഒരു ചമ്പ് കണ്ട കാളേനെ പോലെ. അതെ, അതിനകത്തൊരു കാര്യമുണ്ട് സാർ. അപ്പൊ ഇന്ന് അതിനുശേഷം ഇവിടെ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞു കേരളത്തിലെ മയക്കുമരുന്ന് കേസുകളുടെ കണക്കെടുക്കും, അതിനകത്ത് ഏത് സമുദായക്കാരാണ് കൂടുതൽ എന്ന് പറഞ്ഞ് മൊത്തം മയക്കുമരുന്നിന്റെ ഒരു കേസെടുത്തു. അപ്പൊ നോക്കുമ്പോഴത്തേക്ക് അതിനകത്ത് ഈ പറഞ്ഞ ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ടവരല്ല, ഏതാണ്ട് എല്ലാവരും ഒന്നു തന്നെയാണ്. പക്ഷെ അത് സ്പ്ലിറ്റ് ചെയ്ത് നോക്കണം. ആ മയക്കുമരുന്നിന്റെ കണക്കുകൾ ഡീറ്റെയിൽ ആയിട്ട് എടുത്ത് നോക്കുമ്പോൾ കഞ്ചാവ്, ഒരു കഞ്ചാവ് ബീഡി കയ്യിൽ വെച്ചാലും കേസെടുക്കും. അങ്ങനെയുള്ള കഞ്ചാവ് ഉപയോഗിക്കാൻ വേണ്ടി കഞ്ചാവ് ബീഡി കൈവശം വെച്ചവനെടുത്ത കേസുകളുണ്ട്. പിന്നെ വൻതോതിൽ കഞ്ചാവ് കച്ചവടം നടത്തിയതുണ്ട്. പിന്നെ രാസലഹരി, മാരകമായ ഗുളികകൾ, മയക്കുമരുന്നുകൾ, ഡ്രഗ്സ് എന്ന് പറയുന്ന ഹെറോയിൻ, ഹാഷിഷ് തുടങ്ങിയ കാര്യങ്ങൾ എടുത്ത കേസുകളുണ്ട്. ഇത് സ്പ്ലിറ്റ് ചെയ്ത് നോക്കുമ്പോൾ ഏറ്റവും അപകടകാരിയായ ഈ പറയുന്ന ഹാഷിഷ്, ഹെറോയിൻ, കൊക്കൈൻ, ബ്രൗൺ ഷുഗർ, അതുകൂടാതെ MDMA പോലെയുള്ള രാസലഹരികൾ, ഇത് പിടിച്ച കേസുകളിൽ ഭൂരിപക്ഷം ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ടവരാണ്. പിന്നെ ഒരു വഴിയിൽ നിന്ന് ഒരു കഞ്ചാവ് വലിച്ചതിന്റെ കൂട്ടത്തിലൊക്കെ രാമനും ഗോപാലനും ഔസേപ്പും ഒക്കെ ഉണ്ട്. അപ്പൊ അതുകൂടെ ചേർത്ത് വെച്ചിട്ട് മൊത്തം മയക്കുമരുന്ന്. ജയിലിൽ ഇത്ര പേരുണ്ട് എന്ന് പറഞ്ഞു, കേരളത്തിൽ ജയിലിൽ എല്ലാവരും ഉണ്ട് എന്ന് പറയുന്നത് പോലെയാണ്. അതിനകത്ത് കൊലക്കേസ് പ്രതി എത്ര എന്ന് ചോദിക്കുമ്പോഴാണ് പ്രശ്നം. അതായത് ഇപ്പൊ നമ്മൾ ഏറ്റവും വലിയ, ലോകത്ത് മുഴുവൻ ഏറ്റവും അപകടം വിതറുന്ന മാരകമായത് രാസലഹരിയാണ്. രാസലഹരി കള്ളക്കടത്ത് നടത്തുന്ന കേസുകൾ പത്രത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഓരോ ദിവസവും പിടിക്കപ്പെടുന്ന ആളുകളുടെ പേരെന്താ? അയ്യോ, പേര് പറഞ്ഞ എന്റെ തല കാണില്ല കഴുത്തിന് മുകളില്. അയ്യോ, ഞാൻ പേര് പറയുന്നില്ല. അതെ, ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട് സാർ. ഇപ്പം ബിഷപ്പ് പറഞ്ഞല്ലോ, നമ്മുടെ സമുദായത്തിൽപ്പെട്ട കുട്ടികൾ മയക്കുമരുന്ന് ഉപയോഗിക്കരുത്, അതിന്റെ വിൽപ്പന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തടയണം എന്ന് പറയുന്നുണ്ട്. അതൊരു സംഘടിത മതമാണല്ലോ. ഹിന്ദുമതം പോലെയല്ല ക്രിസ്ത്യാനിറ്റി. അതുപോലൊരു സംഘടിത മതമാണ് ഇസ്ലാം മതത്തിൽപ്പെട്ട ഏതെങ്കിലും ലീഗിന്റെ അധ്യക്ഷൻ കേരളത്തിൽ മയക്കുമരുന്ന് കേസിൽ ഒരുപാട് പേരെ പിടിക്കപ്പെടുന്നുണ്ട്. ഈ കൂട്ടത്തിൽ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾ ഉണ്ടാവുന്നത് സമുദായത്തിന് മോശമാണ് എന്ന് സമസ്തയോ ജമാഅത്തെ ഇസ്ലാമിയോ അല്ലെങ്കിൽ ലീഗോ പറഞ്ഞതായിട്ട് കണ്ടിട്ടില്ല. അതെന്തായിരിക്കും സാർ? അത് ഒന്നാമത്തെ ഇതൊരു വലിയ മണി സ്പിന്നറാണ്. മയക്കുമരുന്ന് എന്ന് പറയുന്ന ബിഗ് ടൈം മണി ഈസ് ഇൻവോൾവ്. ദശലക്ഷക്കണക്കിന് രൂപ ഇൻവോൾവ് ആണ്. അതൊന്ന്. പിന്നെ വേറൊന്ന്, ഈ മയക്കുമരുന്ന് കടത്തുന്നത് ഒരു പ്രത്യേക ലക്ഷ്യത്തോടു കൂടിയാണ്, ഒരു പ്രത്യേക സമുദായത്തെ അല്ലെങ്കിൽ സമുദായങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതാണ്. ഇതിപ്പോ സുനിൽ പറഞ്ഞില്ലേ കുറച്ചു മുമ്പ്, ഇതിൽ വിക്ടിംസ് ആവുന്നത് ആരാസിന്. ഇപ്പൊ ബിഷപ്പ് പറഞ്ഞു നമ്മുടെ സഭയുടെ ആൾക്കാർ പലരും വിക്ടിംസ് ആവുന്നുണ്ടെന്ന് പറഞ്ഞു. അതേപോലെ ഹൈന്ദവ സമുദായത്തിൽപ്പെട്ട പലരും ഇതിന് വിക്ടിംസ് ആവുന്നുണ്ട്. അധികം പേരും ഹൈന്ദവ സമുദായത്തിൽപ്പെട്ടവരാണ് ഇതിന്റെ. ഹൈന്ദവരും ക്രിസ്ത്യാനികളുമാണ് ടാർഗറ്റ്. അതെ. പിന്നെ വേറൊരു കാര്യം അറിയോ സുനിലിന്, ഞാൻ അതും ഒരു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ എറണാകുളത്ത് ഒരു സ്കൂളിലൊരു അധ്യാപിക, അതിസുന്ദരിയായ കാണാൻ അധ്യാപിക, ക്രൈസ്തവ സമൂഹത്തിൽപ്പെട്ടതാണ്. അവരാണ് മയക്കുമരുന്ന് പിള്ളേർക്ക് കൊടുത്തോണ്ടിരുന്നത്. അവരെ അറസ്റ്റ് ചെയ്ത് കുറെ ദിവസം ജയിലിലിട്ടിരുന്നു. അതും ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂൾ അധ്യാപികയാണ് അവര്. അപ്പൊ അത് മാത്രമല്ല, ഇപ്പൊ മയക്കുമരുന്നിനൊപ്പം അറസ്റ്റ് ചെയ്യുന്ന 4 പേരിൽ ഒരാളോ 2 പേരോ വനിതകളായിരിക്കും. അത് പ്രത്യേകിച്ച് ഒന്നിൽ ക്രൈസ്തവ വനിതയായിരിക്കും, അതല്ലെങ്കിൽ ഹൈന്ദവ വനിതകളായിരിക്കും. തീർച്ചയായിട്ടും മയക്കുമരുന്ന് കച്ചവടക്കാരും റാക്കറ്റിലും പിടിക്കുന്നവരില് 1-2 സ്ത്രീകളുണ്ടാവും. അതൊന്നെങ്കിൽ ഹിന്ദു അല്ലെങ്കിൽ ക്രിസ്ത്യാനി ആയിരിക്കും. ഈ മരിയോ പുസോയുടെ ഒരു നോവലുണ്ട്, ദ സിസിലിയൻ എന്ന് പറഞ്ഞ്. അത് മറ്റേ ഗോഡ് ഫാദർ എന്ന് പറഞ്ഞ നോവലിൽ ഇത് പറയുന്നുണ്ട്. അവര് ഈ മയക്കുമരുന്ന് കച്ചവടം ന്യൂയോർക്കിൽ പച്ച പിടിക്കണത് ഈ സിസിലിയൻസ് അല്ലെങ്കിൽ
ടർക്കി എന്ന് പറഞ്ഞ രാജ്യത്ത് നിന്ന് വന്ന ആൾക്കാരുണ്ട്. ടർക്കി എന്ന് പറഞ്ഞ ആരാണെന്ന് നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ. പേര് പറയാൻ പാടില്ലല്ലോ. തുർക്കിയിലുള്ളത് ജോസഫും രാമൻ നായരും ഒക്കെയാണ്. പേര് റഹ്മാൻ. അത് മാത്രമേ സുനിലിന് അറിയില്ലേ, നമ്മുടെ മുൻ BJP ആയിരുന്ന ആ സിംഗ് ഇല്ലേ, ഋഷിരാജ് സിംഗ് ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ഈ വൈകുന്നതിന് മുമ്പ് തന്നെ എന്നാണ് അതിന്റെ പേര്. മാതൃഭൂമി ബുക്സ് പ്രസിദ്ധീകരിച്ചാണ്. അതിലകത്ത് അദ്ദേഹം പറയുന്നുണ്ട്, മയക്കുമരുന്ന് ദുരുപയോഗം വളരെ വ്യാപകമായ രീതിയിൽ പടർന്നു പിടിക്കുകയാണ്. ഇതിന്റെ എന്താ പറയുന്നത്, വിക്ടിംസ് ആരാണെന്ന്, യുവാക്കളാണ് വിക്ടിംസ് എന്ന് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം പിന്നെ മതം, ജാതി അതൊന്നും തിരിച്ചു പറഞ്ഞിട്ടില്ല. യുവാക്കളെന്നല്ല, ഹിന്ദുക്കളും ക്രിസ്ത്യാനികളുമാണ് കേരളത്തിൽ മയക്കുമരുന്നിന്റെ ഇരകളാവുന്നത്. ഇതിനൊരു കാര്യം കൂടിയുണ്ട്. കോൺഗ്രസ് ഭരിച്ചിരുന്ന സമയത്താണ്, ഇപ്പൊ ഞാനത് പറയാത്ത സുനിലിന് ഇഷ്ടപ്പെടില്ല അത് പറഞ്ഞു. അല്ല, അത് സുനിൽ ഈ ചാരായം നിരോധിച്ചുള്ളൂ കേരളത്തില്. ഈ ചാരായം നിരോധിച്ചത് യഥാർത്ഥത്തിൽ എന്തിനു വേണ്ടിയിട്ടാണ്? പള്ളിയിൽ അച്ഛന്മാര് പറഞ്ഞു എന്നും പറഞ്ഞിട്ടാണ് ചാരായം നിരോധിച്ചത്. ഞാൻ പറഞ്ഞു, കേരളത്തിലെ ഈഴവ സമുദായത്തെ തകർക്കാൻ വേണ്ടിയിട്ടാണ്. അതെ അതെ അതെ, തീർച്ചയായിട്ടും. അതെ. എന്നിട്ട് ഇപ്പൊ ഇന്ന് മയക്കുമരുന്നിന്റെ ഫുൾ കച്ചവടവും നമ്മുടെ കോയമാരാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ മയക്കുമരുന്ന് ഇത്ര വ്യാപകമായിട്ട് വരാനുള്ള കാരണം ചാരായ നിരോധനം. ചാരായം കുടിച്ചിട്ട് ആൾക്കാർ മറ്റേ വിഷമദ്യം കുടിച്ച് ചാവണവരെ ചാവരുടെ. വൈകുന്നേരം ആയി കഴിഞ്ഞ് ജോലിയും കഴിഞ്ഞ് പോയി 2 ഗ്ലാസും അടിച്ച് പണ്ടാറടങ്ങി എവിടെയെങ്കിലും പോയി കിടന്നുറങ്ങിക്കൊണ്ടേ ഇത്. ഇതിപ്പോ അതല്ല, 2 ഗ്ലാസ് ചാരായം കുടിക്കണതിന് വരെ 1 ഗ്രാം MDMA എങ്ങാണ്ട് കഴിച്ചാൽ മതിയല്ലോ. പിന്നെ 5-6 ദിവസത്തേക്ക് എഴുന്നേക്കൂല. പിന്നെ പണ്ട് ഈ ചാരായത്തിനൊക്കെ ഒരു പേരുണ്ട്, എന്താ പറയുക, കഴുത്തൊടിപ്പൻ, ആനമൈക്ക് എന്നൊക്കെ പറഞ്ഞു. അതെല്ലാം പോയി ഇപ്പോ. അതും എന്തൊരു പ്രാക്ടിക്കൽ അല്ലാത്ത നടപടിയായിരുന്നു അത്. കാരണം കർണാടകത്തിൽ പോയാൽ നല്ല ഒന്നാന്തരം ചാരായം, ആന്ധ്രാപ്രദേശിൽ പോയാൽ ചാരായം, പിന്നെ രേവന്ത് റെഡ്ഡിയുടെ തെലങ്കാനയിൽ പോയാൽ അവിടെയും ചാരായം. തമിഴ്നാട്ടില് വ്യാജ ചാരായം ഉണ്ട്, പക്ഷെ മറ്റേത് ബാൻഡാണ് ചാരായം. തമിഴ്നാട്ടിൽ മാത്രമേ ബാൻഡ് ചാരായം മുറുക്കാങ്കടയിൽ കിട്ടുന്ന പോലെ ചാരായം കിട്ടും കർണാടകയില്. തമിഴ്നാട്ടില് പിന്നെ നമ്മുടെ മിൽമയുടെ പാല് വരുന്നില്ലേ പാക്കറ്റിനകത്ത്, അതേപോലെ ചാരായം വിൽക്കണം, കള്ളച്ചാരായം. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കുക എത്ര ഓർഗനൈസ്ഡ് ആണ് അവിടുത്തെ വ്യവസായം. അല്ല, അത് പോട്ടെ. പക്ഷെ ഇത് ഈ ചാരായം നിരോധനം കൊണ്ട് നമുക്ക് വളരെ കൗണ്ടർ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള റിസൾട്ടാണ് ഉണ്ടായിരിക്കുന്നത്. അത് ഈ ജിഹാദികള് അത് പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അവർക്ക് വളരാൻ വേണ്ടി അവർക്ക് അവസരം ഉണ്ടാക്കി കൊടുത്തതുമാകാം. അതെ, അത് തീർച്ചയായിട്ടും. ഇപ്പൊ ഞാൻ അവിടെ വന്നിട്ട് സ്റ്റുഡിയോയിൽ നിന്ന് തിരിച്ചു വരുമ്പോ കാർ അറേഞ്ച് ചെയ്തിരുന്നു. ഞാൻ അതിനകത്ത് വരുന്നു. അപ്പൊ നോക്കുമ്പോ എന്താ കാണുന്നത്, ഈ എറണാകുളം സൈഡിലുള്ള റോഡ് വഴി വരുമ്പോ മുഴുവനും പെമ്പിള്ളേര്, നല്ല വീട്ടിലെ പെമ്പിള്ളേര്, ഇതൊക്കെ MDMA അടിച്ച് എന്താ പറയണ മയക്കുമരുന്ന് അടിച്ച് റോഡിന് നിൽക്കുക. അപ്പൊ എന്റെ അടുത്ത് റോഷി പറയും, എന്റെ അടുത്ത് ദിവസവും റോഷിയില്ലേ റോഷി പറയും, ഇത് കണ്ടോ, ഇത് മുഴുവൻ MDMA കേസാണ്, പോലീസ് പിടിച്ചിട്ടൊക്കെ വിട്ടാണ്. കോളേജ് സ്റ്റുഡൻസ് കോളേജ്. പക്ഷെ ഇത് പോട്ടെ, നമുക്ക് ഈ പള്ളിയിലെ ബിഷപ്പിനെതിരായിട്ട് ഈ കേസിനെതിരെ ഒരക്ഷരം പോലും മിണ്ടാത്ത KC വേണുഗോപാലും അല്ലെങ്കിൽ സതീശനും അല്ലെങ്കിൽ K മുരളീധരനും ഇവരൊക്കെ ഈ വിദേശ നാണ്യ ചട്ടം ഇല്ലേ, എന്താ ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ടിനെതിരെ ഘോരം പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റൊന്നുകൂടിയുണ്ട്, ഈ വിദേശ നാണ്യ ചട്ട നിയന്ത്രണം വന്നപ്പോ ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ ഇത്തരം സംഘടനകൾ ഉള്ളത് ഹിന്ദു സംഘടനകളാണ്. ഇന്ത്യയിലൊരു വലിയ വൻകിട ബിസിനസ് അല്ലേ നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷനും പിന്നെ മതപരിവർത്തനവും. അല്ല, ഹിന്ദു സംഘടനകളും മുസ്ലിം സംഘടനകളും ഇതേക്കുറിച്ച് മിണ്ടുന്നില്ല. കാരണം സർക്കാർ പറയുന്നത് ട്രാൻസ്പെറന്റ് ആയിരിക്കണം, കണക്ക് ചോദിക്കണം, അനധികൃത നിയമവിരുദ്ധ പ്രവർത്തനം നടന്നാൽ ലൈസൻസ് പോകും. അത് പരിശോധിക്കാതെ സർക്കാർ ഇടപെടാതെ വിദേശത്ത് നിന്ന് ഇഷ്ടംപോലെ പൈസ കൊണ്ടുവരണം എന്ന് പറയുന്നതിനകത്ത് അങ്ങനെ സമ്മതിക്കണം എന്ന് പറഞ്ഞാൽ ലോകത്ത് ആർക്ക് സമ്മതിക്കാൻ പറ്റും? ഇതിപ്പോ ഈ നിയമത്തിനെതിരെ ശക്തമായി മുന്നോട്ട് വന്നിരിക്കുന്നത് കത്തോലിക് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യയും കേരള കാത്തലിക് ബിഷപ്പ് കൗൺസിലും പിന്നെ ഈ പറഞ്ഞ നമ്മുടെ അനോഫലീസ് ക്യൂലക്സ് തിരുമേനിമാരില്ല, കറുത്ത ഉടുപ്പൊക്കെ ഇട്ട് പണ്ടാറ തൊപ്പി വെച്ചോണ്ട് വടി. അല്ല, അവരുടെ പേരങ്ങനെയല്ലേ, എന്താ പറയുക, തോമസ് മാർ കൂറിലോസ്, അനോഫലീസ് മാർ ക്യൂലക്സ്, അങ്ങനെയൊക്കെയുള്ള പേരിലാണല്ലോ അറിയപ്പെടുന്നത്. അവരൊക്കെയാണ് ഇതിനെ എതിർക്കണം മുഴുവൻ. അതേസമയം
സുനിൽ കേട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും അമൃതാനന്ദമയ മഠത്തിന്റെ ആശ്രമത്തിന്റെ ആരെങ്കിലും ഇതിനെ എതിർത്തതായിട്ട്? നമ്മുടെ അവരെ ഒഴിവാക്കിയിട്ടില്ല. ഈ നിയമങ്ങൾ അവര് മിണ്ടിയിട്ടില്ല. അവര് വളരെ നിയമപ്രകാരമായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. അക്ഷയപത്ര, ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ കൃഷ്ണ കോൺഷ്യസ്നസ്, ഇസ്കോൺ, രാമകൃഷ്ണ മഠം, അവർക്കൊന്നും ഒരു പ്രശ്നമില്ല. ഈ കുരിശുകൾക്ക് മാത്രമാണ് ഈ സമാനമായ മറ്റൊന്നുണ്ട്. മതപരിവർത്തന നിർബന്ധിത മതപരിവർത്തന നിരോധന നിയമം വടക്കേ ഇന്ത്യയിൽ നടപ്പാക്കി. ബുദ്ധമതക്കാർക്ക് പ്രശ്നമില്ല, ഹിന്ദുക്കൾക്ക് പ്രശ്നമില്ല, മുസ്ലിങ്ങൾക്ക് പ്രശ്നമില്ല, സിഖുകാർക്ക് പ്രശ്നമില്ല. പ്രശ്നം മുഴുവൻ ഇവാഞ്ചലിസ്റ്റുകൾക്ക്, അച്ഛന്മാർക്കുമാണ്, കത്തോലിക്ക സഭയ്ക്കും ഇവാഞ്ചലിസ്റ്റുകൾക്കാണ്. നമ്മളിപ്പോ പറഞ്ഞ ഇവരെ ഈ ശരിക്കും പറഞ്ഞ എന്താ ഇലക്ഷന്റെ സമയത്ത് ഇവരെ വിഷമിപ്പിക്കേണ്ട, ഹർട്ട് ചെയ്യണ്ടെന്ന് വെച്ചിട്ടാ ഈ പാമ്പ്ളാനിയൊക്കെ എന്തൊക്കെയാ വിളിച്ചു പറയണേ? പാമ്പ്ളാനി ശരിക്കും പറഞ്ഞ പിതാവല്ലല്ലോ, കച്ചവടക്കാരനല്ലേ മുമ്പില്. റബ്ബറിന് 300 രൂപ 4 സീറ്റുകാരാണ്. ഇതൊക്കെ പറയുന്ന ആൾക്കാർ പാർലമെന്റ് സമയത്ത് പറഞ്ഞതാണ്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ഇത്തവണ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലൊന്നും പറഞ്ഞിട്ടില്ല റബ്ബറിന് 500 രൂപ വന്നാൽ ഞങ്ങൾ 15 സീറ്റ് പിടിച്ചു തരാം. ഏതായാലും FCRAയുടെ പേരിൽ ബഹളം വെക്കുന്ന ലോഹയിട്ട ആളുകൾ, വെള്ളക്കുപ്പായക്കാർ, അവരുടെ കൂടെ നിൽക്കുന്ന അൽമായക്കാർ, കോൺഗ്രസുകാർ, പിന്നെ CPM-മാരുണ്ടെങ്കിൽ അവരും, പാലാ ബിഷപ്പിന്റെ പേരുള്ള കേസ് എന്തായി? അതെന്തിനാണ് കേസെടുത്തത്? ആ കേസ് പിൻവലിക്കുമോ? ബിഷപ്പ് ആക്രമിച്ചതിനെയുള്ള കേസ് പിൻവലിച്ചില്ലേ എന്ന ചോദ്യത്തിനൊന്ന് ഉത്തരം പറയണം, അല്ലേ? അതെ, ഞാനിത് മറന്നിരുന്ന ഇഷ്യൂ ആണ്. ഇന്നലെ അഡ്വക്കേറ്റ് ജയസൂര്യനാണ് ഇതിന്, അതും ഒരു പാസിംഗ് റിമാർക്കായിട്ടാണ് പറയുന്നത്. ഇപ്പൊ അത് ആലോചിച്ച് നോക്കിയപ്പോ അതിന് വളരെ ഗൗരവമുണ്ടത്. ആ ബിഷപ്പ് അതിനുശേഷം വാ തുറന്നിട്ടില്ല, മിണ്ടിയിട്ടില്ല. മിണ്ടിക്കഴിഞ്ഞാൽ അറസ്റ്റ് ചെയ്യും. അതാണ് ഞാൻ പറഞ്ഞത്. ആ കേസ് മനഃപൂർവ്വം പിൻവലിക്കാത്തതാണ്. സർക്കാരിനെതിരെയോ അല്ലെങ്കിൽ സർക്കാരിന്റെ മൂട് താങ്ങി നിർത്തുന്ന ജിഹാദികൾക്കെതിരെയോ മിണ്ടിയാൽ ബിഷപ്പിനെ പൂട്ടും. അതിന് ആ കേസ് നിലനിർത്തിയിരിക്കുക. വളരെ കഷ്ടമാണ് സുനിൽ. കേരളത്തിലെ ക്രിസ്ത്യാനികളുടെ അവസ്ഥ വലിയ കഷ്ടമാണ്. അവര് മനസ്സിലാക്കിയാൽ കൊള്ളാം. തെരഞ്ഞെടുപ്പിന്റെ ബൂത്തിലേക്ക് പോകുമ്പോ അവരിത് മനസ്സിലാക്കിക്കൊണ്ട് പോയാൽ ആലോചിച്ച് വോട്ട് ചെയ്യുക. നാളെയാണ് കേരളത്തിലെ ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും ഭാവി തീരുമാനിക്കുന്ന D-Day. അതെ അതെ അതെ. നാളത്തെ D-Dayയില് ഇവര് പരാജയപ്പെട്ടാൽ, ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും പരാജയപ്പെട്ടാൽ തീർന്നു. കാരണം നമ്മുടെ എല്ലാ ക്ഷേത്രങ്ങളിലെ വിഗ്രഹങ്ങളെ മാറ്റി അവിടെ മറ്റേ ചെഗുവേരയും കാസ്ട്രോയുടെയും ഫോട്ടോ വെച്ചിട്ട് വിപ്ലവഗാനം പാടുവന്മാരും. അതുണ്ടാവാൻ വേണം. അത് മാത്രമല്ല, അമ്പലത്തിന്റെ മുകളിൽ കാവിക്കൊടി ഉണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് ചമന്ന കൊടി, ചെങ്കൊടി, അരിവാൾ ചുറ്റിക നക്ഷത്രമായിരിക്കും അവരുടെ പുതിയ വിഗ്രഹം. ഏതായാലും കേരളത്തിലെ പ്രബുദ്ധരായ വോട്ടർമാർ തീരുമാനിക്കട്ടെ, ജീവിക്കണോ മരിക്കണോ, നാടുവിടണോ എന്നത്. അതെ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു.